ഹലോ ഗൈസ്, U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, U2C മീഡിയയുടെ ബിഗ് ബോസ് ടോക്ക് ആണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ലൈവില് വളരെ 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 വലിയ സംഭവങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അപ്പപ്പോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പല തരം വീഡിയോ ഇടേണ്ടി വരും. പല വഴിക്കും പലയിടത്തുനിന്ന് ഇറങ്ങി വരും ഞങ്ങൾ. ഇപ്പൊ കാറിലാണ്. ഇതിനു മുൻപ് ബെഡ്റൂമിലായിരുന്നു, അതിനു മുൻപ് സ്റ്റുഡിയോയിലായിരുന്നു. അല്ല, ക്വാളിറ്റി മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പപ്പോ ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഉടനെ എന്നാ തന്നെ അപ്പപ്പോ കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോ ആണ്. എന്റെ പൊന്നെ സംഭവമാണ്. എന്തായാലും ഈ ഒരു വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒന്ന്, രേണ ഫാത്തിമ വീണ്ടും ആള് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. ആള് തകർക്കാണ്. ആള് ഈ ബിഗ് ബോസ് പറ്റിയൊരു മെറ്റീരിയൽ ആണെന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ്. അതായത് ഇപ്പൊ ഇത്രയും നേരമുള്ള നമ്മൾ ഇന്നലെ മുതൽ ഇത്രയും സമയം വരെ കുറച്ച് ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. സത്യം. അതായത് 18 ആൾക്കാർ അതിന്റെ അകത്ത് പോയിട്ട് പലരും കാണാനേ ഇല്ല. പലരും RJ ബിൻസിയൊക്കെ എവിടെയാണ്? അത് കാണാനേ കിട്ടുന്നില്ല. രാവിലെ എവിടെയും കണ്ടിരുന്നിട്ട് കുറച്ചു നേരം വർത്താനം പറയണ കണ്ടു. അതെ, അവരുടെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ. പിന്നെ സരികന്റെ ഒരു സോങ് കണ്ടു. അതെ, ഏത് കലാഭവൻ സരികയുടെ. ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ അതില് മാത്രമല്ലല്ലോ. അല്ല, അത് മാത്രമേ ആകെ കാണുന്നുള്ളൂ. അതെ, വേറെ രീതിയിലൊന്നും ആൾക്കാരെ കാണാനേ ഇല്ല. ആകെ കുറച്ച് ആൾക്കാരെ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, ഇന്ന് രാവിലെ മുതൽ കാണുന്ന സംഭവമാണ് മുൻഷി രഞ്ജിത്ത്. ആള് കാരണവരാളെ ഭയങ്കരമായ ശ്രമമാണ്. പല ശ്രമങ്ങളും ശ്രമിക്കുന്നുണ്ട്. ആളുടെ വിചാരം ഉണ്ടോ, ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് തനിക്കാണ്. അതായത് വെള്ളം ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു തണുപ്പ് മാറട്ടെ. ആൾക്കാർക്ക് അറിയില്ലല്ലോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ തണുപ്പ് മാറും. അതായത് ഇതൊക്കെ ചുമ്മാ നമ്മൾ പറയുന്നത് കേട്ടോ. ഇയാളെ ഈ ഇങ്ങനെ കാണിക്കുന്ന കാണാൻ വേണ്ടി എല്ലായിടത്തും അതെടുത്തെടുക്കൂ, അത് ഇങ്ങോട്ട് വെക്കൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അതായത് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇതാണ് സാധനം, ഇതെനിക്ക് ഇങ്ങനെ എടുത്താൽ മതി. പക്ഷെ ആളെങ്ങനെയാണെന്നറിയോ, അതൊന്നും എടുത്തു കൊടുക്കൂ അല്ലെ. അതിലേക്ക് അതായത് കൈ എത്തി കഴിഞ്ഞാൽ ആൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ വിളിച്ചു കാണിച്ചോന്ന് എടുപ്പിക്കുക. എന്ത് സ്വഭാവമാണിത്? എന്തായാലും അതിനുള്ളത് ഇന്ന് രേണ ഫാത്തിമ അതെ കൂട്ടത്ത് അത് പല കിട്ടില്ല. ഇരുന്ന് പോയി ആള്. അതായത് ആള് ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ചുറ്റിനും കുറച്ച് ആൾക്കാരുണ്ട്. ഈ ചില സാധനത്തില് കുറച്ച് ഈച്ചകൾ ഇങ്ങനെ, അത് ചക്കരയാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഓക്കെ, അല്ല അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങേർക്ക് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ, ഒരു ചേട്ടൻ ബഹുമാനം കൊടുക്കുന്നത് പോലെ ഉണ്ട്. ഇതില് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കുകയാണ്. സെറ്റപ്പ് കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. അപ്പം ഇയാൾ തന്നെ പറഞ്ഞു, എന്നെ ചേട്ടൻ എന്ന് വിളിക്കണ്ട, ആളുടെ പേര് വിളിച്ചാൽ മതി, അത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇവരെല്ലാരും അങ്ങനെയല്ലല്ലോ ചേട്ടാന്ന് വിളിക്കണ്ടേ എന്നൊക്കെ ഇവരൊക്കെ ചോദിക്കാം. പ്രായത്തിന് മൂത്താണെങ്കിലും അങ്ങനെ ചേട്ടാന്ന് വിളിക്കണല്ലോ എന്നൊക്കെ പറയുമ്പോ ആള് പറഞ്ഞു, വേണ്ട, എന്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. മുൻഷി രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ ആരെ വിളിക്കുന്നുണ്ട്? രഞ്ജിത്തെ അത് മറ്റേ വിൻസിയാണ് വിളിച്ചത്. വിൻസിനെ അപ്പോഴാ കണ്ടത്. അപ്പൊ രഞ്ജിത്തെ വിളിച്ചു. അപ്പൊ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയ്ക്ക് രണ ചോദിച്ചു, അല്ല കുറച്ച് കഴിയുമ്പോ ഇനി മുൻഷി ചേട്ടാന്ന് വിളിക്കണം എന്ന് പറയുമെന്ന് ചോദിച്ചു. അതെ അതെ, തിരിച്ചു പറയോ? അതില് ആള് തഗ് ആളിങ്ങനെ കസേര നേരെ ഇങ്ങനെ കയറി വന്നിട്ട് ഒറ്റ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ്. അത് വാക്ക് മാറ്റി പറയില്ല, വാക്കാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ തന്നെ തിരിച്ചവിടുന്ന് ഞങ്ങളൊക്കെ പിന്നെ അല്ലേ ഞങ്ങളൊക്കെ 2 അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണല്ലോ. ഇങ്ങനെ കേറിയിരുന്ന ആളൊരൊറ്റ പിന്നെ ഒന്നുമില്ല. എന്തിന് രണ്ടാമത് അവര് ചോദിച്ചാലും ഇനി അങ്ങനെ മാറ്റുമോ? ഞാൻ അങ്ങനെ മാറ്റൊന്നുമില്ല, നിങ്ങൾ എന്റെ പേര് വിടുന്നാ മതി എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അത് കുറച്ചും കൂടിയും ഒന്നും കൂടിയും ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എന്നുള്ളത് പറഞ്ഞു വരുമ്പോ അപ്പൊ തഗ്ഗടിച്ചതാണല്ലേ തിരിച്ച് പിന്നെ ഒരു കൊടുക്കലും കൂടിയും രണ്ടായിട്ട് ആകാം. എന്തൊരു പൊളിയാണ് അറിയോ? അതായത് പ്രസൻസ് ഓഫ് മൈൻഡ്. ആ കൃത്യസമയത്ത് ആള് കിഡിന് ഡയലോഗ് അടിക്കും. നമ്മള് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ റേണയെ കുറിച്ച്? അതായത് ആള് അനീഷിന്റെ പിറകെ കൂടിയ അത് ആള് ഇത് നല്ല പോലെ വാച്ച് ചെയ്തിട്ടുള്ള ആള് തന്നെ. അതായത് ബിഗ് ബോസ് അറിയാം അതിന് എന്തൊക്കെയാണ് ഒരാള് ഇത് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിന്റെ കറക്റ്റ് ആ സാധനം അറിയുന്ന ഒരാൾക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അനീഷ് ഒറ്റപ്പെടാൻ കൂടിയത്. ഇത്രയും ആൾക്കാർ അവിടെ കൂടി നിൽക്കുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് 2 ആള് പുറത്ത്.
അതായത് അനീഷിന്റെ കൂടെ ആളും അതായത് രേണയും. അപ്പൊ ഈ രണ്ടാൾക്കാർ സ്പെഷ്യലായിട്ട് ഇവർക്ക് മാത്രം സ്ക്രീൻ സ്പേസ് കിട്ടുന്നു. അതാണ് കഴിവ്. അത് അവിടെ പറയുന്നുണ്ട്. അതെ, വിട്ടേക്ക് സംസാരിക്കണ്ടാന്ന്. ഒറ്റപ്പെടാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള കണ്ടസ്റ്റന്റ് മനസ്സിലാക്കിയ കാര്യം അതാണ്. വിട്ടേക്ക് ഇനി നമ്മള് സ്പേസ് കൊടുക്കണ്ട. എന്ത് സ്പേസ് കൊടുക്കണ്ട. അതുകൊണ്ട് എന്താ രാവിലെ കത്തി രേണ കത്തി. ഇത് മനസ്സിലാക്കാണ്ടാണല്ലോ ഇവരൊക്കെ പോയിരിക്കണത് ഓർക്കുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് ഈ ടോക്സിന്റെ ഇടയില് അത് ജെൻസി പിന്നെ അതായത് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രണ ഫാത്തിമയുടെ നിലപാട്, ആളുടെ അതിനെക്കുറിച്ചുള്ള ഓരോ വാചകങ്ങളും ഗംഭീരായിരുന്നു. സത്യമായിട്ടും ആള് പൊളിയാ. കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എടുത്ത് പറയാം. ആ ഒരു ബോധമൊന്നും വേറുള്ളവർക്ക് ഇല്ല. പലരും അഭിപ്രായം പറഞ്ഞിട്ട് അതായത് രണയുടെ അഭിപ്രായം തിരിച്ചു വരുമ്പോ അയ്യോ പെട്ടല്ലോ എന്നിവർക്ക് തോന്നുമ്പോ ഇവരത് തിരുത്തി പറഞ്ഞ് ശരിയാണ് ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. സത്യമായിട്ടും അതൊക്കെ സൂപ്പറായിരുന്നു. രണ പൊളിയാ. പിന്നെ നമ്മുടെ ശരിക്കും ബിഗ് ബോസിന്റെ തരംഗമായി മാറുന്നു വിചാരിച്ച രേണുസുധീനെയാണ് കാണാനില്ല. ഒരു സമയത്ത് കണ്ടു അതാരോ മോളിൽ നിന്ന് സ്വിച്ച് ഇട്ടതുപോലെ. അതായത് ഒരു ആളെ കാണാനില്ല, ആളുടെ സൗണ്ട് കേൾക്കാനില്ല. ആള് സൗണ്ട് ഉണ്ടാക്കുമ്പോ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗണ്ടാണ്. അപ്പൊ അത് നമുക്ക് എവിടുന്ന് വരെ അത് രേണുസുധീന്റെ സൗണ്ട് ആണല്ലോ എന്ന് നമ്മളിങ്ങനെ കരുതിയപ്പോ മച്ചാ പറഞ്ഞതാണേ ആരോ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് മുകളിൽ നിന്ന്. പിന്നെ കൂടെ തന്നെ പറയണ് എന്തായാലും സുധി ആയിരിക്കൂല, സ്വിച്ച് പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും ആ സ്വിച്ച് ഓൺ ആക്കൂല. അത് എന്തായാലും രേണുസുധി കുറെ ആൾക്കാരിൽ നിന്ന് ബെറ്റർ ആണ്. അതായത് ഗ്രൂപ്പിൽ വരുന്നില്ല, വളരെ മികച്ച കാര്യമാണ്. അതെ. ചില സമയങ്ങളിലൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും നമ്മൾ ചിലരെ കാണാത്ത ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലാണ് പക്ഷെ രേണു ഇപ്പോഴും. പക്ഷെ എങ്കിലും ഗ്രൂപ്പിസം, കുറച്ച് ഗ്രൂപ്പിസൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് അത് ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെ പോകുന്നുണ്ട്. അടുത്ത വീഡിയോ പറയാം. അതെ, അതിലേക്കൊന്നും രേണുസുധി എത്തിയിട്ടില്ല. അതുകൊണ്ട് രേണുസുധിയിലും ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് പുറത്ത് വന്നാലേ തിളങ്ങുള്ളൂ. പിന്നെ വേറൊരു ആള് ഭയങ്കര കണ്ടന്റ് കൊണ്ട് നടക്കുന്നുണ്ട്. വായിൽ മാത്രം കൊടുക്കുള്ളൂ. സത്യമായിട്ട്. എന്താ പേരെന്തായിരുന്നാടാ? നെവിൻ. മൂപ്പരുടെ പരിപാടി ഇതൊക്കെയാണ്. അതായത് ആരെങ്കിലും വാ പൊളിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ വായിൽ കൊണ്ടു കൊടുക്കും. ബിഗ് ബോസിനോട് ഒരു അഭ്യർത്ഥന ഉണ്ട്, അവിടെ ഒന്ന് അനൗൺസ് ചെയ്യണം, ആരും വാ പൊളിച്ചിരിക്കുന്നത്. വായിത്തരും എന്നൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതാണ് കണ്ടോണ്ടിന് ലൈവില് ഫുള്ള് ഇയാൾ അങ്ങോട്ട് ഒരാപ്പിൾ എടുക്കും, കട്ട് ചെയ്യും, എന്നിട്ടോ ആവശ്യമുള്ളവരടുത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് എന്താടാ നിനക്ക് വേണോ അങ്ങനല്ലേ? ഇതല്ല വാ, അവര് മറ്റൊരാളോട് സംസാരിക്കാൻ വാ തുറക്കായിരിക്കും. അതിനായിട്ട് നടക്കുക, അതായത് വായിൽ കൊടുക്കാനായിട്ട് നടക്കുകയാണ്. ഇത് ഞങ്ങൾ തമാശ പറഞ്ഞല്ല, നിങ്ങൾ രണ്ടാൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് മറ്റേ എന്താടാ അതിന് പറയാ, കസാട്ടോ അങ്ങനെ ഒരു സാധനം, മറ്റേ എന്തൊരു സാധനം ഉണ്ടായിരുന്നു. ഇത് ആദ്യം അവിടെ ഒരു പാത്രം എടുത്തു, ആ സ്പൂണിന് 2 സ്പൂൺ തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക, വർത്താനം പറയാം ഓരോ ടീം. ആദ്യം കൊണ്ടിട്ട് ഒരാളെ വായില് സ്പൂൺ കയറ്റി രഞ്ജിത്ത് മാത്രമാണ് അതിനകത്ത്. കാരണം ഇമ്മാരി പരിപാടി ചെയ്തിട്ട് അവിടെ ഇരിക്കണ എല്ലാവരും വായിൽ വെച്ചു കൊടുത്ത സ്പൂൺ കൊണ്ട് പിന്നെ എടുത്തിട്ട് ഇന്നാ ഇത്രയ്ക്ക് വിവരമില്ലാത്തൊരു മനുഷ്യൻ. അതല്ലേ ഞങ്ങൾ അതിനു മുൻപ് ഈ ആപ്പിളൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോ ആളെന്ത് ഈ വാങ്ങി കൊടുക്കാനായിട്ട് നടക്കുക എന്നുള്ളത് ഞങ്ങളൊരു കൗണ്ടർ പോലെ അടിച്ച്, അതിനുശേഷം പിന്നെ കാണുന്നത് മീനെ കാണുന്ന ഇതാ എല്ലാവരും വായിലേക്കും എന്താണോ ആളുടെ കയ്യിലുള്ളത് അത് വായിലേക്ക് തിരുകാനായിട്ട് നടക്കുക. വളരെ മോശം സ്വഭാവം കേട്ടോ. എന്തായാലും ഭയങ്കര രസമാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കേട്ടോ. ബാക്കിയുള്ളതാണ് ഇനിയുള്ള, അതായത് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഹൈലൈറ്റ്. ഇന്നത്തെയും ഈ ബിഗ് ബോസിനെ മൊത്തത്തിൽ നിയന്ത്രിക്കാൻ പോകുന്ന കാര്യമാണ് അടുത്ത വീഡിയോ. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഞങ്ങൾ ഉടനെ തന്നെ വീഡിയോ ആയിട്ട് വരാം. അപ്പം പോവാണ്. നല്ല ചൂടാ ഉരുക. വായിൽ തിട്ടടാ. നീ ആരാ, നെവിനോ?